ഗൈസ് വെൽക്കം മൈ ചാനൽ ഇബി ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് നോമ്പുറ കെട്ടിങ്ങൽ ബീച്ചിലേക്ക് പോവാണ്. ഓക്കെ, സായിലെന്താ പിണങ്ങി കുത്തുന്നത്? സായിലെ പിണങ്ങിക്കിന് എന്താണ് സായി? ചിന്തിച്ച് എന്തെങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? കേക്കാനോട് പറയ്, എന്തെങ്കിലും പറയ്. ഓ വെൽക്കം പറയ്. വെൽക്കം വെൽക്കം മൈ ചാനൽ ഇബി ആൻഡ് ഫാമിലി. ഇബി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം അറിയും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണി, നിങ്ങളിങ്ങോട്ട് പോണേ. എന്തൊക്കെയാണിത്? ഇതാ വണ്ടി ബാക്ക് വെക്കാം. എന്നാ മൈക്ക് കയറി അല്ല നിങ്ങൾ എടുക്കോ വീഡിയോ. നമ്മളവിടെ കുടില് കിട്ടാനാ പോണേ. വെറുതെ വിരിച്ചിരിക്കാല്ലോ, വലിയ മാറ്റാണത്. ആ ഞാൻ പുറത്തിരിക്കൂല. മുസല്ലേ ഇത് ഉള്ളിലൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ വെച്ചാ പോരെ, സീറ്റിൽ വെച്ചാ പോരെ. ഇതോ ഇവിടെ അവിടെ ചാട് ഒതുക്കി ഓപ്പണായി പോകുന്ന ഡൗട്ടാ ബോക്സ്. ഒരാക്കുന്നോളൂ. എടുത്തുവാ പനി എടുക്കില്ല. ഡയലോഗ് അടിക്കണ്ട. ജ്യൂസ് ആവും ചിന്ത വിറ്റാവും. ആ മാറ്റ് എടുത്താൽ മതി. ജ്യൂസ് എടുക്കല്ലേ, ജ്യൂസ് ലാസ്റ്റ് എടുത്താൽ മതി. മാറ്റ് എടുക്ക്. അത് രണ്ടും എടുത്തോളി. ഒന്നിന്റെ കയ്യിലല്ലേ? ഐസും കേട്ടോ വേണ്ടി. ഐസിന്റെ ഒരു പാക്കറ്റാ അല്ല, വെള്ളം എടുത്തില്ലല്ലോ, കുടിവെള്ളം. പത്തുവാ എന്നാ ഞാൻ ഡോറ് എന്താ വെക്കാണ്ടാ? ഡോറടിക്ക. ഇനി എന്താ വെച്ചാ അവിടെ നിന്ന് വീഡിയോ എടുത്താ വരെ എടുക്കണ നമ്മളല്ലേ, അങ്ങോട്ട് ലാഗ് ആക്കണോ? എല്ലാ ഫുഡ് അവിടുന്ന് വാങ്ങാ, പോകുമ്പോ വാങ്ങാ. തീർത്തോ എത്ര രൂപയുണ്ട്? നമ്മള് കെട്ടിങ്ങൽ ബീച്ചിലേക്ക് നോമ്പറക്കാൻ പോകട്ടെ. നമ്മളെ രസം, ഒരു വൈബ്. എത്ര ടൈം? 2 കുപ്പി ജ്യൂസൊക്കെ കുടിച്ചു. 2 കുപ്പിയല്ല, 2 ജഗ്. എന്ത് ജ്യൂസ് നമ്മളോ? പൈനാപ്പിൾ. മറ്റേതോ? അപ്പൊ അനക്ക് ജ്യൂസോ? പൈനാപ്പിൾ കുടിക്കുവോ? നിങ്ങൾ എടുക്ക വണ്ടി. ബീഫ് കൂട്ടുമ്പോഴേ ഞാൻ പറഞ്ഞു വല്ലാതെ കൂട്ടണ്ട നിർത്താൻ കൂട്ടിയതല്ലേ, കുറേശ്ശെ കൂട്ടിക്കൊന്നും ഞാൻ പറഞ്ഞില്ല. മറ്റേ ബാവക്ക് ബീഫ് കറുപ്പ് കളറാക്കരുത്. ഇന്നലത്തെ ബീഫിൽ കറുപ്പ് കൂടിയതാണ്. എനിക്കാണിന്ന് നെഞ്ഞിരിട്ട് നിൽക്കാൻ വയ്യ. ഞാനൊന്ന് നോമ്പ് കുറിക്കാന്നൊക്കെ വിചാരിച്ചിന്, പിന്നെ എന്താന്ന് അറിയില്ല, അങ്ങനാണ്ട് പോയി. നെഞ്ഞരിച്ചിലെന്ന് പറഞ്ഞ അമ്മ നെഞ്ഞരിച്ചില് നോമ്പുറക്കാൻ പോണ്. നോമ്പുറക്കാൻ പോണ്. കയ്യിലും പാത്രം കയറ്റാൻ പോണ്. നമ്മള് കാണൂല, അവര് കാണും. ഈത്തപ്പായ കട ഉണ്ട്, ഈത്തപ്പായ കട ഉണ്ട്. വാങ്ങാൻ കഴിയില്ല. ഐസ് ക്യൂബ് ആണോ?
എത്തുമ്പോഴത്തെ നോക്കി 6:30 ആയി. ഇനി 30-25 മിനിറ്റേ ഉള്ളൂ. സായാലും ഉണ്ടാവാൻ ഞാൻ എടുക്കാറല്ലേ വരുമ്പോളേ ഒരു 10 റുപ്യന്റെ കാരക്കന്റെ പേക്ക് കഴിക്കോ. പണ്ട് നമ്മളമ്മക്ക് അങ്ങനെ വീഡിയോ പറഞ്ഞേക്കുമ്പോ 10 റുപ്യ കൊണ്ട് സാധനം വാങ്ങാൻ പറഞ്ഞ 50 പൈസന്റെ മുട്ടായി പിടിച്ചാൽ തരും. അവിടെ പോയ പൈസ ഉണ്ടാവില്ല. ആ സാധനമൊക്കെ മേടിച്ച പൈസ കണക്കായ പൈസ 50 പൈസയുടെ മുട്ടായിയുടെ പിന്നെ വെളി പഠിച്ച് ആദ്യം 50 പൈസയുടെ മുട്ടായിന്നു. ഇങ്ങോട്ട് സാധനം വാങ്ങാം. അപ്പൊ ഒരു സാധനം കുറയും. ഇപ്പൊ ഇവിടെ നല്ല അടിയിട്ടു. അപ്പൊ മുട്ടായി ഇട്ടില്ലേ എന്നാ മാതിരി 10 റുപ്യന്റെ കാരക്ക. ഫോമില് പറഞ്ഞു ഇല്ലേ പഴയ ആൾക്കാരെ ഞാൻ മലയാളല്ല പിന്നെ കെട്ടാ കൊണ്ട് ഓരോ കെട്ടി കൈ കൊടുക്കുന്നുണ്ട്. നമ്മളിതിലെ പോവാ അതിലെ പോവും. അവിടെ ഇല്ല ഇല്ല എത്ര നേരത്തെ ഇറങ്ങിയാലും സൈമ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ സൈമ ഉണ്ടാവില്ല. അവിടെ എത്തുമ്പോ തന്നെ 6:30 ആവും. ഇപ്പൊ 6:02 പരിപാടി എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലല്ലോ. അങ്ങോട്ട് 5-7 കിലോമീറ്ററല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. എത്ര ആൾക്കാരില്ലേ ഫ്രീ ആയിട്ട് കൊടുക്കണം അവിടെ. തന്നെ നിങ്ങൾ പോയിക്കോളൂ. ഞാൻ കുറച്ച് എനിക്ക് അതിന്റെ ഊതില്ല ഫ്രീ ആയിട്ട് നമ്മളിട്ടുണ്ടല്ലോ നമ്മളുണ്ടായി. നിങ്ങൾ അവിടെ പോയി നോക്കി ഫ്രീ ആണല്ലോ. അല്ല എത്ര ആള് പൈസ എടുത്ത് 10 ആളുണ്ടോ? ഇജ്ജ് പോയോ? അനക്ക് കിട്ടും. അനക്ക് കിട്ടും. കിട്ടൂലേ? എനിക്ക് വേണ്ടിട്ട് എന്റെ ചങ്ങായിമാരവിടെ ബുക്ക് ചെയ്യില്ല. എന്താണ് സാവി ആ കട? ഇൻഷാല്ലാ ഓക്കെ. ഇനി ബാക്കി ബീച്ചിലെത്തിയിട്ട് നോമ്പറക്കാൻ നേരത്ത് നമ്മള് തൂവൽത്തീരത്ത് എത്തിയിട്ടാ. എന്താണ് അതാ പോന്നു വായിലായി അതിതാ ഒരാള് തൊട്ടങ്ങോട്ട് വരുന്നുണ്ടേ. നല്ല വേളാണ്. നല്ല സെറ്റ്. ഏതാ എസാൻ? ഇതാണ് എസാൻ പ്രായ. ഇതാ എസാൻ പ്രായ. മൈക്ക് ഇവിടെ വരുന്ന വരെ കറക്റ്റ് അല്ലേ? അപ്പുറത്തേക്ക് ഒന്നുകൂടാ അവിടെ. ആ എവിടെക്കാരും നോക്കി സാറിനെ. ഇതാ സാറിൻ്റെ ഇതാ ഇതാണ് മതിലട വേലിയടി തല്ലി തട്ടുന്നു. കവറൊക്കെ നമ്മളതാ ചാടിക്കൂടി അങ്ങോട്ട് ചെറുതൊക്കെ ചാടിയ മാതിരൊക്കെ ആലോചിച്ചിട്ട് ലോഡ് അപ്പുറത്തോ? അവിടെ അല്ലേ ഫുള്ളല്ലേ? അങ്ങോട്ടാണോ? ഇങ്ങോട്ട് ഇവിടെ മതി. ഇതാ നമ്മളിതവിടെ സെറ്റാക്കി കേട്ടോ. അങ്ങനെ ആ മണലിൽ കാൽമന്ന് തട്ടിയിട്ട് ഇങ്ങോട്ട് കയറിക്കടാ. എന്താ കവറില് ഇത് തോന്നി ഇപ്പൊ ഇത് കയറി ആകെ എടുത്ത എന്തേനി? അതല്ല അത് മാത്രല്ല എടുത്ത്. ആ സീറ്റ് മാത്രല്ല എടുത്തിട്ടുള്ളൂ. അത് പറഞ്ഞ അതിബുദ്ധി ആപത്ത്.
ഇനിയിപ്പോ ഇച്ചിരി കാര്യമില്ല, ഇനിയിപ്പോ ഇങ്ങനെ തന്നെ ഇതിലിരിക്കുക. അതിന്റെ മേലെ എന്താ ഒപ്പം തന്നെ ഇരിക്കണോ? അല്ല കോരി എടുത്തണ കോരിണ്ടാ അത് ചുരുങ്ങാടി മോൻ. വിരിക്കണോ? വിരിക്കേണ്ട ആവശ്യമില്ലടാ. ഉണ്ടോ ഉണ്ടോ? ആ ഇതിലെന്താ? എന്നാ നിരത്തി വെച്ചോളി. ഇങ്ങനെ ഇതിലെന്താ? അത് നിർത്തണ്ട, എന്റെ ആവശ്യമില്ല. അതെന്തിനാ? അത് കാര്യമില്ല. അത് ചോറൊന്നും മറ്റോ ഇരിക്കുക. തൽക്കാലം കവറിലിട്ടാണ്. സാലോ മണലുള്ളിൽ കയറ്റരുതേ. ഇങ്ങോട്ടോ അയച്ച് മണ്ണിലാണ് ചിരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കി ബീച്ചിലെ ഇപ്പൊ തന്നെ തിന്നണോ? 10 രൂപ കിട്ടി. 10 രൂപ കിട്ടിയ സാധനം ഇവിടെ വിളിച്ചോ. ഒന്നിന്റെ ടൈമല്ലേ? അങ്ങനെ ഫുള്ള് സെറ്റായി. അങ്ങനെ ഫുള്ള് സെറ്റായി. ലാസ്റ്റിക്ക് ലൈറ്റ് കിട്ടിയില്ല. അതെന്താ കാക്കനി കാത്തിക്കാണ് ഇവിടെ. ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ഉണ്ടാവില്ല ഈ ബീച്ചിൽ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ബീച്ചിൽ ഇത്ര ആളുന്നുണ്ട്. ഞാൻ ഇത്ര ആളുണ്ടാണ് ഇത്ര ആളുണ്ട്. പക്ഷെ ഇത്ര തെറ്റായി എനിക്കറിയില്ല. കുട്ടികളെ മാതിരി ആടി ആടി കളിക്കും. ഇമ്മച്ചില്ലേ അടുക്കടുക്കടുക്ക് ഞാൻ പറയാം. മണ്ണുണ്ട് അടുക്ക് കാൽമ മണ്ണുണ്ട്. മണ്ണുണ്ടായി നല്ലപോലെ തട്ടി പിന്നെയും പൂയിക്കരെ പിന്നെയും ചോട്ടിക്കണ്. ഒരു കാലം ഇവിടെ തട്ടിക്കാണ്ട് ഉള്ളിൽ വെക്കി. തട്ടി ഇവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ടോ ക്ലാസ്? ഒന്നര കിലോ ഉണ്ട്. 3 ഫോൺ ഒരു കാലേരി എന്റെ ഡ്രസ് മുന്നേ കയറി അടുത്തൊരു കയ്യില് ഞാൻ പറഞ്ഞീനി ഇതിന്റെ മേലെ ടൈം ഇഷ്ടം പോലെ സാധനം വിളിച്ചോക്കട്ടെ. സാധനങ്ങള് അപ്പോ ഈ ഐസ് വെള്ളം കിട്ടണ്ടേ? ബീച്ചിലെ സംഗതികളൊക്കെ സെറ്റായി. നമ്മൾ സായിലാക്കി കൂറ്റടപ്പാണ്. അതുകൊണ്ടൊന്നും ഫുഡ് സായിലേക്ക് എന്ത് സായില ഇഞ്ചിന്റെ ഓളെ ഇതോടെ സായിലെന്തീ പറ. എനിക്ക് എന്ത് എളിയാൻ കാരണം ഇജാണല്ലേ ഫോണിൽ ഞാൻ വിളിച്ചപ്പോ അനക്കെന്താന്ന് ചോദിച്ചേ. അയ്യ ഞാൻ ചേച്ചി എന്നോട് ചൂടായപ്പോ ഞാൻ വേഗം പോവട്ടെ. രണ്ടാമത്തെ വിളി അല്ല എന്തിനാ ചൂടായത്? ഇൻട്രോ എടുത്തിട്ട് നല്ല ജ്യൂസ് വയ്ക്കുന്നത് ചായലാഴ്ച എന്താ ചായലങ്ങനെ കുറച്ച് കാഴ്ച പോകൂലേ? ഇത് ചോറ് ഇതാക്കുമ്പോ ഒക്കെ പോരാ. മീൻ പിടിക്കാൻ പോവാ.
മീൻ പിടിക്കാൻ പോവാ മീൻ പിടിക്കാൻ പോവാണോന്ന് ഷായില ഓണായി ഷായില ഓണായി ഷായില വെക്ക് ഷായില ഇതെന്താ നോക്കിക്കണേ പെട്ടെന്നേ ഞാൻ എന്തേ പറഞ്ഞ എന്തിനാ നിങ്ങക്ക് ഫുള്ള് കൊടുക്കാനാ കാക്കോടെ ഇരിക്കൂ താനോടെ ഇരിക്കൂ ചോറ് എന്തായാലും അല്ല ഇതോടെ സോസോടെ അല്ല ഈത്തപ്പഴം എന്താ സ്പെഷ്യല് ഹലോ സ്പെഷ്യൽ ഉണ്ടാക്കിയതാ മെയിൻ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കയറി വാ അതെ അടിപൊളിയാ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നേരെ വീട്ടേ വരുള്ളൂ അളിയൻ ലാഗായി ബാങ്ക 40 അളിയൻക്ക് വേണ്ടി 45 അൽത്താബിന് വേണ്ടി ഒരു 3 മിനിറ്റ് കൂട്ടിയിരിക്കുന്നു മാം വരാൻ പറയും. അപ്പൊ നമ്മൾ അളിയന്റെ സ്പെഷ്യൽ പരിപാടിയാണ് ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ലാസ്റ്റ് അളിയൻ ഇതൊക്കെ തുറന്നു വെച്ചാണിമ്മ. ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കാണാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ, നോമ്പ് തുറക്കുമ്പോൾ കാണാം അല്ലേ. ഓക്കെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. നോമ്പ് തുറക്കാൻ പുറത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. കുറച്ച് മുന്നേ പറയണേ നമുക്ക്. നമ്മൾ നാളെ പുറത്ത് ഞായറാഴ്ച അല്ല ഇന്ന് പുറത്തുനിന്ന് ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പം വെച്ച് പറഞ്ഞു സാധനോടല്ല എങ്ങനെ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ വിളിച്ചത് അപ്പോഴാണ് കൺഫേം ആയത്. അതുണ്ടോ അതിനോട് അവിടെ ഇതിലിട്ട് വരില്ല. ഹലോ ഇത് വേണ്ട കവറായിട്ട് വെള്ളം ഒഴിച്ചോ സാബി, വെള്ളം ഒഴിച്ചു, ജ്യൂസ് ഒഴിച്ചു. സാനു വലുത്തും നല്ല സാനു വലുത്തുന്നു. സാനു വെള്ളതാ ഞങ്ങൾ കുപ്പിവെള്ളം പറയാൻ നേരത്തെ എത്തിട്ടോ. നിങ്ങൾ നേരെ ഇവിടുന്ന് അതിനിഷ്ടല്ലാത്ത സ്ഥലമാണ് മണല്. ബീച്ചല്ലേ അതിനടുത്ത് വരും. ഒരു ക്ലാസ് ഡബിൾ ക്ലാസ്സിൽ ഇട്ട സാബി ഇവളുടെ ഡബിൾ ക്ലാസ് വെച്ച് വെച്ചല്ലേ ഓരോ ക്ലാസ്സിൽ ഇറക്കി എനിക്കെന്ത് പറഞ്ഞ മനസ്സിലായി. മതി വെച്ച് ജ്യൂസ് ഒത്തകെടുത്താ അതാ തണുപ്പുണ്ടോ? അതൊക്കെ ഇന്നലെ മുതൽ കടൽ വെക്ക എന്നെ കടൽ വെക്ക. നോമ്പ് തുറന്ന് ഫുഡടിക്കാൻ പോവാ. ഒന്നുകൂടെ ഇപ്പൊ തന്നെ കഴിക്കണ്ട.
ഇതൊന്ന് അടച്ചാളി സുഖായി. ഒരു മൈക്കോടെ ആ ശാലോ എടുക്കുക ആ ബ്ലാക്ക് ശാലോ എപ്പോഴും എടുത്താ കൊറേ നേരമായി എന്നെ വിളിക്കണേ. എന്റെ മോക്ക് ഭയങ്കര പേടി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അപ്പുറത്തേക്ക് ഇണ്ടാ നല്ലത്. കടല് കേറില്ല മക്കളെ. ഇപ്പല്ലേ പറഞ്ഞു കേറില്ല. നേരത്തെ കയറൂലടാ. ആരാ ഇരിക്കുന്ന ഇവിടെ? മാങ്ങ പല്ലിനിടെ കൂടിയിട്ട് ഒരാൾ ഇറങ്ങാനാണോ? കാര്യങ്ങളല്ലേ ഇങ്ങോട്ട് വരൂല. ഇതൊരു ലൈറ്റ് ആക്കി നടുവ് വെച്ചാലാക്കാം ലൈറ്റ് വെളിച്ചത്തിന്. ആ ലൈറ്റ് ഓഫാക്കി ഇവിടുത്തെ ഒന്നും കിട്ടൂല ഇപ്പൊ. ഇത്ര വെളിച്ചമില്ല അല്ലേ? ഇനി വെളിച്ചം കൂടും. ഇനി വെളിച്ചം കൂടും. സൂര്യൻ വരും. ഇരുടാവുന്ന തോറും വെളിച്ചം കൂടുക. അവർ കൂടും. അതുമോനോടെ ഒരു ടീമേ ഇതാ അവിടെ ലൈറ്റൊക്കെ മാലവിളമ്പൊക്കെ ഇങ്ങനെ കത്തുന്നില്ല. അതാ ഇവരല്ലേ ചിലപ്പോ ഒരു ആൾ മാത്രം വന്നിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ തന്നെ 5 കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? 8 കാണാം. നിങ്ങൾക്ക് എന്താ കടന്റെ മുമ്പിലാ സാധനം വാങ്ങാൻ പറഞ്ഞൊരു ചവിട്ടും. നമ്മള് ഫോണിന്റെ ഫ്ലാഷ് ആണ് ഓണാക്കും. ലൈറ്റ് കിട്ടും. ഇനി ഈ സുഖം കിട്ടില്ല. അങ്ങോട്ട് ഇട്ടാൽ അതാണ് പ്രശ്നം. അത് കുട്ടനോട് നേരത്തെ ഇല്ലേ കാര്യോ പൂയായി കാൽമല് തോത്തിയ ഇങ്ങോട്ട് അയിമല തന്നെ ചോട്ടുക. പൂവിൽ തന്നെ ചോട്ടുക. കാല് തുടക്കാറായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാല് തട്ടിട്ടോ. എന്നിട്ട് ചെരുപ്പുമ്പോ ചവിട്ടിട്ട് വീണ്ടും മണ്ണ് ചവിട്ടിട്ട് എന്നിട്ട് പറയും ഞാൻ അവിടെ പോയിട്ടില്ല. മണ്ണൊക്കെ തുടച്ചിട്ട് വരാം. അവിടെ പോയിട്ട് റെക്കോർഡുണ്ടല്ലോ. പോലെ ലൈനുണ്ട്. അതെടുത്തിട്ട് അറിയോ? അതുമോനെയാണ് പറയുന്നത്. ഇതിവിടെ ഇരുന്ന പകുതി ഉള്ളൂ. കുപ്പി നോക്കണു. കടല് കണ്ട് കണ്ട് പേടി ഉണ്ടാവും. അവിടെ പോയാൽ നല്ല ചവിട്ടി പോയത്. മഹേന്ദ്ര ബാഹുബലി. ബാഹുബലിയല്ല, മഹേന്ദ്ര ഇവിടെ ആരാ നിൽക്കണമെന്നല്ലേ പറഞ്ഞേ. ബാക്കി അപ്പളാണ്. 9 മണി കഴിയാതെ കടലും കിട്ടി. വെള്ളം കെട്ട് കയറി കഴിഞ്ഞ അപ്പച്ചിന്റെ കഥ തീർന്നു.
9 മണി കഴിയാതെ കടലിൽ കണ്ട് കയറില്ല. 9 മണി കൊണ്ട് 9 കയറും. 59 വരെ നമ്മൾ നോക്കുന്നു. 9 മണി കഴിഞ്ഞിട്ട് കടലിൽ കയറും. തന്നെ പോലോ സാനു വെള്ളത്തിൽ പോണത്, ഈ വെള്ളത്തിൽ പോണത് കണ്ടല്ലേ. ഇവിടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് പെരേക്ക് വരും. സാനില്ലേ സമാധാനായിട്ട് തിന്നില്ല. സാന കടലിൽ ഇരുന്നോ എന്തിനു പേടിക്കുന്നു പോടോ? പോവാണ് പോയിക്കോട്ടെ. അങ്ങനെ മതി. ഞാൻ ആക്കി തരും. ഷാഹിൽ വെച്ചിങ്ങോട്ടിരുന്നോ, ഷാഹിലിനെ അവിടെ എത്തിക്കളാണ്. അപ്പോൾ പറയാ അങ്ങനെ പോവാണെങ്കിൽ പോയിക്കോട്ടെ ഇല്ലേ, അങ്ങനെ പോവാൻ ഞാൻ വിടൂല, ഞാൻ തന്നെ കൊണ്ടാക്കി തരുന്ന പറഞ്ഞു. അങ്ങനെയും എന്റെ മേത്ത് കുറച്ച് വെള്ളമായിക്കോട്ടെ ഇരിക്കുന്നു. ഞങ്ങൾ പറയുന്നതിനൊക്കെ നല്ല അർത്ഥങ്ങൾ. നിങ്ങൾ നെഗറ്റീവ് എടുക്കുന്ന പ്രശ്നം മനസ്സിലായില്ലേ? നിങ്ങൾ ഡബിൾ മീനിങ് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് പ്രോബ്ലം. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കും. അങ്ങനെ ഞങ്ങള് ഫുഡടിയോ പാത്രത്തിലല്ല മംഗളം തൊട്ട് ഇതെടുത്തോളി മയോണൈസ് ഇടാൻ. അടിച്ചിട്ട് കാണാലോ ഫുഡ് കളിക്കുമ്പോൾ കാണാറുണ്ട്. ഫുഡ് അടിച്ചിട്ട് സ്പൂൺ എടുത്തോട്. സ്പെഷ്യൽ കിട്ടുന്ന സാധനങ്ങളാണ്. വാരി തന്നെ ഇറങ്ങും. അപ്പൊ അമ്മച്ചിന്റെ ഫാൻസ് കൊണ്ടുവന്നാണ്. ഇതെന്താ പൂളൊക്കെയോ? ഇതെന്താ പുടി എന്നല്ലേ പറയാ? എന്തൊരു സാധനം എന്താ അറിയില്ല. അമ്മച്ചിന്റെ ഫാൻസ് കൊണ്ടുവന്നാണ് കേട്ടോ. ഷായില വാ, ഷായില. നോമ്പൊക്കെ തുറന്ന് റാത്തായില് ചെറുതായിട്ട് എന്തൊക്കെ ഉണ്ട്. ഒരു ഡിപ്രഷൻ ഇല്ലാത്തോണ്ടാണ് ഞാൻ കറക്റ്റ് പറഞ്ഞു. ഇല്ലാത്തോണ്ടാണ് നമ്മള് ഇത്രയെങ്കിലും എത്തിച്ചോണ്ട് വരുന്നില്ല ഷായില. ഇത്രയും ചെറുതായിട്ട് പാളിയെങ്കിലും അടിപൊളിയായില്ലേ? അല്ല ലേറ്റ് ഇല്ലാത്തോണ്ട് അപ്പൊ ആദ്യമൊക്കെ പെർഫെക്റ്റാ. നല്ല പോലെ എന്താ ഈ സാനുവിനെ വിളിക്കാത്തേ? ഇജ്ജ് എന്താ സാനുമോളെ വിളിക്കാത്ത ഒന്നിനും? ഇജ്ജ് എന്താ സാനിനെ വിളിക്കാത്തേ? ഇജ്ജ് സാനിനെ വിളിക്കാത്തേ? നേരത്തെ ഇന്നലെ അങ്ങനെ പോയപ്പോ ഷായില ഷായിലാന്നെ വിളിക്കേ. കുഴപ്പമില്ല, അവിടെ നോ. ഈ അങ്ങോട്ട് അടുത്തുക്കുന്നോ? ഈ അടുത്തുക്കുന്നോ? അപ്പൊ ഇതാണ് ഇതിന്റെ മൂത്തച്ചി, ഇതിന്റെ പെങ്ങള്. ഇത് മൂത്തച്ചി, ഇത് പെങ്ങള്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല, കാരണം വ്ളോഗിലൊന്നുമില്ല. ഇപ്പൊ തട്ടിക്കുട്ടിയുള്ള വ്ളോഗാണ്, പെട്ടെന്നുള്ള വ്ളോഗാണ്. സാനു നേരെ വയ്ക്കുക, അതാണ് ഫാൾട്ടായത്. അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഞാനാ പറയുന്നത്.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അപ്പോൾ എന്തായാലും ശരി. എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ബൈ.